നമസ്കാരം. തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുന്നതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുപ്പിക്കുകയാണ് മുന്നണികൾ. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ. വോട്ട് കമന്റിൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ സംവാദം ആവശ്യമാണോ എന്നാണ്. ഇത് സംബന്ധിച്ച ചോദ്യം ന്യൂസ് മലയാളത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരുന്നു. അതിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് പ്രേക്ഷകർ നൽകിയ വോട്ടുകളുടെ ശതമാന കണക്ക് നോക്കാം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ സംവാദം ആവശ്യമാണോ എന്ന ചോദ്യത്തിന് 85% പേർ ആവശ്യമാണെന്നാണ് ഉത്തരം നൽകിയത്. ആവശ്യമില്ലെന്ന് 12% പേർ പറയുമ്പോൾ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലെന്ന് 3% പേർ മാത്രമാണ് പറയുന്നത്. ഇനി നമുക്ക് നേരെ കമന്റുകളിലേക്ക് പോകാം. കവിത, കമന്റുകളിലേക്ക് പോവാം. അതിലൊരു മിസ്റ്റർ ABC, ഒരുപാട് കമന്റുകളുണ്ടല്ലോ. അതെ, കുറേ കമന്റുകളുണ്ട്. അതിൽ മിസ്റ്റർ ABC എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കമന്റ്, മുഖ്യൻ വരണം, വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് കമന്റ്. അതിൽ ബിജു ജോസഫ് പറയുന്നത് മുഖ്യമന്ത്രി ഇത് കേട്ടതേ പനി പിടിച്ചു എന്നാണ്. ലേഖാകിരൺ പറയുന്നത് സംഘി വിജയനോട് നാട്ടുകാർ ചോദ്യം ചോദിച്ചാൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ സമയമായി, ഇനി നാളെ. പ്രതിപക്ഷ നേതാവിനെ ഇങ്ങോട്ട് വെല്ലുവിളിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് ആ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ സംവാദത്തിനെ തയ്യാറുള്ളൂ എന്ന് പറയുന്ന ഭീരുവിനെ അടിമകൾ വിളിക്കുന്ന പേരാണ് രസം, ഡബിൾ ചങ്കൻ എന്നൊക്കെയാണ് കമന്റ്. അലവിക്കുട്ടി പറയുന്നത് ഏത് ഭരണമായാലും മാസത്തിലൊരിക്കൽ സംവാദം വേണമെന്നാണ്. ഷെറി ചാക്കോ പറയുന്നു വികസനം ചർച്ചയാകട്ടെ. വിപിൻ എബ്രഹാം പറയുന്നു അമേരിക്കൻ മോഡൽ സംവാദം നടക്കട്ടെ എന്ന്. അല്ല, നമ്മളിപ്പോൾ ഇതിൻ്റെ എനിക്കൊന്നു ഏറ്റവും കൂടുതൽ ഇപ്പം 2 ദിവസമായിട്ട് ചർച്ചയിൽ നിൽക്കുന്നത് സംവാദമാണ്. സംവാദത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാണെന്നുള്ള രീതിയിലൊരു വെല്ലുവിളി നടത്തുന്നു. മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കുന്നു. എനിക്കൊന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഒരു വലിയ കുറിപ്പ് തന്നെ ചെയ്തിട്ട്, അതെ അതെ, സർക്കാരിന് അവര് തന്നെ 10 കൊടുത്തിട്ട്, അതെ, വികസനം, പിന്നെ അതുപോലെ എന്തൊക്കെയായിരുന്നു, വിഴിഞ്ഞം, അതുപോലെ മെട്രോ, ദേശീയപാത, ഇങ്ങനെ കുറെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ല ഇവർ നടപ്പാക്കിയിട്ടുള്ള എന്ന പദ്ധതികളെല്ലാം ഇങ്ങനെ മുന്നോട്ട് വെച്ചിട്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ വികസനത്തിന് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പോസ്റ്റ്. അപ്പം പ്രതിപക്ഷ നേതാവ് പറയുന്നു എന്നാ റെഡി, നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചർച്ച ചെയ്യാം, പറഞ്ഞാൽ മതി, ചർച്ച ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് മീഡിയനെ കണ്ടപ്പോൾ പറയുന്നു ഞാൻ ഫേസ്ബുക്കിൽ ഒരു ചർച്ചയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. സംവാദം, അതായത് പരസ്പരം പോസ്റ്റുകൾ പങ്കുവെച്ചിട്ടായിരിക്കും, അതന്നെ ഇതിന്റെ തുടർച്ചയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു സംവാദത്തിനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പറയുന്നതോടുകൂടി മുഖ്യമന്ത്രി സംവാദത്തിന് തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോഴത്തേക്കും. അപ്പൊ ഇതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പോസ്റ്റ് ഇടുന്നു, എനിക്ക് വിഷമമുണ്ട്, 24 മണിക്കൂറായിട്ടും എന്നെ ചർച്ചയ്ക്ക് വിളിച്ചില്ലല്ലോ, എന്തു പറ്റി എന്നുള്ള സാധനം പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റ് വരുന്നു. ഇത് കഴിഞ്ഞിട്ടും ചർച്ച, അതായത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ പ്രതികരണം ഉണ്ടാവാത്തതോടുകൂടി എനിക്ക് വിഷമമായി എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷം അത് വീണ്ടും പ്രതികരണം നടത്താണ്. ഞാൻ ഇത്രയൊക്കെ തയ്യാറായിട്ട് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചില്ലല്ലോ എന്നുള്ള രീതി. അതായത് ഇതാണ് ഈ സംവാദമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പറയുന്ന നടക്കുന്ന ചർച്ചകളുടെയൊക്കെ ഒരു ആകെ തുക എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കുറച്ച് കമന്റുകളും കൂടെ വന്നിട്ടുണ്ട്. അത് ഡീൽസ് ലൂട്ട് പറയുന്നുണ്ട് സതീശൻ വരില്ല, വികസനം വെളിച്ചത്താവും എന്ന് പറയുന്നുണ്ട്. ആരിഫ് സൈൻ പറയുന്നത് സതീശൻ വരുന്നുണ്ട്, പിണറായിയാണ് സ്ഥലവും സമയവും പറയേണ്ടത്, അത് പറഞ്ഞിട്ട് വരുന്നില്ലേ നിങ്ങൾ പറഞ്ഞോ, അതൊരു മറുപടി പോലെ അതിന് പറയുന്നത്. പിന്നെ നഹാസ് പറയുന്നുണ്ട് നിയമസഭയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട സതീശനെ ഇത്ര പെട്ടെന്ന് മറന്നോ, അധികമായിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനൊരു റിപ്ലൈ വന്നിട്ടുള്ളത് വിപിൻ്റെ തന്നെയാണ്. 16 വർഷം മുമ്പ് നടന്ന സംവാദത്തെ പറ്റി തോമസ് ഐസക് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ച് കാണും എന്ന് പറയുന്നുണ്ട്. വലിയ ചർച്ചയായിരുന്നു. അതെ, വേറൊരു അഭിപ്രായം വന്നിട്ടുള്ളത് ആ സതീശനല്ലേ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്, തയ്യാറാണെന്ന് വിജയൻ ആദ്യം പറയുകയും ചെയ്തു, എന്നിട്ടും എന്താണ് സംവാദത്തിന് താല്പര്യം കാണിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഗഫാൻ പറയുന്നുണ്ട് ഈ ആധുനിക ഈ ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത്തരം ചർച്ചകൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജോർജ് വർഗീസ് പിണറായി കണ്ടം വഴി ഓടുന്നത് കാണാൻ ഒരു രസമുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് വേണം എന്നുള്ള രീതിയിലാണ്. പിന്നെയുള്ളൊരു കമന്റ് എന്ന് പറയുന്നത് സംവാദമാകുമ്പോൾ എഴുതിക്കൊണ്ടുവരുന്നത് മാത്രം വായിച്ചാൽ പോരല്ലോ, അതിനൊരു പ്രതികരണം പോലെ വന്നിട്ടുള്ള കള്ളം പൊളിച്ചെടുക്കുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട്. റാംബോ പറയുന്നു നിയമസഭയിൽ ചൊറിയും കുത്തി ഇരിക്കുമായിരുന്നോ ഇത്രയും കാലം, ചർച്ച വന്നാൽ ഇറങ്ങി ഓടും, പ്രതിപക്ഷം എന്താണ് ഇത്രയും കാലം സഭയിൽ ചെയ്തത്, കാരണം അവിടെ ഇങ്ങനെ വായിൽ തോന്നിയ നുണപറച്ചിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ റിപ്പോർട്ടും ഇതൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളൊന്നും നിയമസഭയിൽ ഉന്നയിക്കാതിരുന്നത്, അല്ലെങ്കിൽ ചർച്ചകൾക്ക് അവിടെ തയ്യാറാവാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ആ സമയത്തൊക്കെ ചർച്ച ഒരു അടിയന്തര പ്രമേയം പോലും കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ. അതുപോലെ അന്നൊക്കെ മന്ത്രിമാർ അങ്ങോട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട്, കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ ഇത്രയും കാലത്തിനിടയ്ക്ക് വേറെ മന്ത്രിമാർക്കെതിരെ ഉള്ള അഴിമതി ആരോപണങ്ങൾ സഭയിൽ ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. അതെന്തുകൊണ്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇപ്പൊ മുഖ്യമന്ത്രി എന്താണെന്ന് വെച്ചാൽ കഴമ്പില്ലാത്തതിനെ കൊണ്ടാണ് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഭരണപക്ഷം അത് അങ്ങനെയാണ് പറയുന്നത്. അതിനകത്ത് കഴമ്പില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിപ്പം കൂടുതലും ഉണ്ടായിട്ടുള്ളത് ഇത്തരം ചർച്ചകൾ വരുമ്പം കുറച്ച് കഴിയുമ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നു, ഇറങ്ങി പോകുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് സർക്കാർ ഇത്രയൊക്കെ ഇത് കൊടുത്തിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പം മുഖ്യമന്ത്രി ഇതിനകത്ത് ചോദിക്കുന്നത്. മാത്രമല്ല ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇത് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചർച്ചയ്ക്ക് എടുക്കണം എന്ന് പറയുന്നുണ്ട്. വികസനങ്ങൾ ചർച്ചയ്ക്ക് എടുക്കണം. അതുപോലെ കേന്ദ്ര സർക്കാർ സഹായം നിഷേധിച്ച സമയത്ത്, കേരളത്തിന് അർഹതപ്പെട്ട സഹായം നിഷേധിച്ച സമയത്ത് എന്തുകൊണ്ട് പ്രതിപക്ഷം ഈ പറഞ്ഞ പോലെ ഇതിനെതിരെ പ്രതിഷേധിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് കൊണ്ടുവരണം എന്നും കൂടെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. കമന്റ് വായിക്കാം. വിജയ് മുല്ലപ്പള്ളി പറയുന്നത്, സംവദിച്ചാൽ നുണയെ പറയൂ, കുറച്ചു നേരത്തെ വാക്ക് തർക്കങ്ങൾക്കൊടുവിൽ പിരിയും, വെറുതെ എന്തിനാ സമയം കളയുന്നത്. ജോയ് ജോസഫ് പറയുന്നത്, വികസനം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചുകൊണ്ടായില്ല, അത് സമർത്ഥിക്കാൻ വേണ്ടിയെങ്കിലും സംവാദം നടത്തുന്നതിന് ഇടവരട്ടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് വരില്ലല്ലോ അല്ലേ. പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന വി.ഡി. സതീശനും ആയി സംവാദത്തിന് തയ്യാറല്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു വി.ഡി. സതീശനുമായി സംവാദത്തിന് തയ്യാറല്ല, വേണമെങ്കിൽ ഒരു മണ്ഡലം പ്രസിഡന്റുമായി സംവാദം നടത്താമെന്ന്. ഇത് പറയുന്നത് ഇല്ലിക്കൽ മുസ്തഫ. ശിവദാസൻ MP പറയുന്നത്, ഇവർ രണ്ടുപേരും ജയിക്കരുത്, നാടിനാപത്താണ് 100%. പേപ്പർ പ്രസന്റേഷൻ മത്സരത്തിന് പിണറായി റെഡി എന്ന് സാദി ഇബ്രാഹിം പറയുന്നു. ഇതിനുള്ളതല്ലേ നിയമസഭ എന്നാണ് ദിലു ചോദിക്കുന്നത്. PM കൃഷ്ണൻകുട്ടി പറയുന്നത്, സതീശന്റെ അത് ഒഴിവാക്കല്ലേ ആ കമന്റ്. പിന്നെ ഇത്രയും നാൾ മലയാളികളെ കൊള്ള അടിച്ച സർക്കാർ ഇതുപോലെയുള്ള സംവാദം ഇതിന് ഒരിക്കലും വരില്ല എന്ന് CJ തോമസ് പറയുന്നു. സഭയിൽ വെച്ച് കൊടുക്കാൻ നേരം സതീശൻ ഇറങ്ങിയോടും, ഇത്തവണ ഇറങ്ങിയോടാതെ നോക്കണം എന്നാണ് മെഹ്റൂബ് പറയുന്നത്. അപ്പം എല്ലാവരും ഈ സംവാദം നടക്കണമെന്ന് ആവശ്യമാണെന്ന് വിചാരിക്കുന്നവരാണെന്ന് തോന്നുന്നു. സംവാദം ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ ആയിരിക്കാം പ്രതിപക്ഷവും ഭരണപക്ഷവും പറയാൻ പോകുന്നത്? സ്വർണ്ണക്കൊള്ള ഉണ്ടാകും, ഡീൽ ആരോപണം ഉണ്ടാകും, വയനാട്ടിലെ താക്കോൽ കൊടുത്തിട്ട് എന്തുകൊണ്ട് അവർക്ക് താമസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, അത് ഉറപ്പായിട്ടും ചോദിക്കും. പിന്നെ ഈ വികസനത്തിൽ കേരളം കടക്കണിയിലാണ് എന്നുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് പിന്നെ പൊതുകടം സംബന്ധിച്ച് സ്ഥിരമായി അപ്പോൾ അത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന മറുപടികൾ തന്നെയായിരിക്കും. അതായത് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രമാണ്. സ്വർണ്ണക്കൊള്ളയുടെ വിഷയം വരുമ്പോൾ പാർട്ടി നേതാക്കളായിട്ടുള്ള ആളുകൾക്കെതിരെ എന്ത് നടപടി എടുത്തു എന്നുള്ള ചോദ്യമായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അതിന് മുഖ്യമന്ത്രി എന്താണ് മറുപടി പറയാൻ പോകുന്നത് എന്ന് അതിപ്പോ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പിന്നെ ഡീൽ ആരോപണം ചർച്ച ചെയ്യാൻ ആ സംവാദം തീരുമോന്ന് എനിക്കറിയില്ല, മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട്. പിന്നെ എനിക്ക് ആഗ്രഹമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്, വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ചോദിച്ച മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ ഇവർ പറയുന്ന പിന്നെ ആരോപണം ഉണ്ടല്ലോ, വിമർശനം ഉണ്ടല്ലോ, ഈ വീട്ടിൽ ഇവർക്ക് താമസിക്കാൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി ചോദിക്കുന്നു KPCCയുടെ ഫണ്ട് എവിടെ, കോൺഗ്രസിന്റെ ഫണ്ട് എവിടെ എന്ന് അതിന്റെ കണക്ക് പുറത്തുവിടാൻ പറയുമ്പോൾ തിരിച്ച് ചോദിക്കുന്നത് എന്തുകൊണ്ട് അവർക്ക് താമസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൽ വി.ഡി. സതീശൻ എന്താണ് പറയാൻ പോകുന്നത്, അതിനെന്തെങ്കിലും ഒരു മറുപടി ഉണ്ടാകുമോ എന്നൊരു കാര്യം കേരളം മുഴുവൻ കേൾക്കാൻ ആഗ്രഹിക്കും. എനിക്ക് തോന്നുന്നത് മെയിൻ ആയിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക ഈ രണ്ട് കാര്യങ്ങളായിരിക്കും. സ്വർണ്ണക്കൊള്ളയില് മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് അത് ഹൈക്കോടതിയുടെ കാര്യമാണ്, ഹൈക്കോടതിക്ക് സംതൃപ്തിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. പക്ഷെ പ്രതിപക്ഷം പ്രധാനമായും കടകംപള്ളി സുരേന്ദ്രനെ അടക്കം മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ടിട്ട് ഉന്നയിക്കും എന്നുള്ള തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ കമന്റുകളുണ്ട്.
ആരിഫ് ജാസ്മിൻ പറയുന്നത് യെസ് അത് മലയാളം ചാനൽ, അതായത് ന്യൂസ് മലയാളം ചാനൽ എന്നാണ് ഉദ്ദേശം തോന്നുന്നു, മലയാളം ചാനൽ നടത്തണം. ഷാമിലി ആൻഡ് ഹർഷൻ, ഹരീഷ് കൂടി, സനീഷ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നു തോന്നുന്നു, സനീഷ് കൂടി വേണം എന്ന് പറയുന്നുണ്ട്. ആൽബി പറയുന്നു സംവാദം വേണം, അതിൻ്റെ പേരിൽ പൊതുമുതൽ ഉപയോഗിക്കാൻ പാടില്ല. സുഹ്ര അബ്ദുൾ റഹീം പറയുന്നു സംവാദം നടത്തി വികസനങ്ങളെല്ലാം പറഞ്ഞ് പ്രതിപക്ഷത്തിന് മനസ്സിലാക്കി കൊടുക്കുക. പാവങ്ങൾ വികസനങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, എന്നിട്ട് അവരുടെ വികസനങ്ങൾ പറയുക എന്ന് പറയുന്നുണ്ട്. കെ പി അശ്വിൻ പറയുന്നു സഭയിൽ പോലും ചർച്ച ചെയ്യാൻ തൻ്റെ ഇടമില്ലാത്ത പ്രതിപക്ഷം ഇനി ഇപ്പം ചെയ്തിട്ട് എന്താ കാര്യം ചോദിക്കുന്നു. ബാലു സുബ്രഹ്മണ്യ പൊതുവാൾ പറയുന്നത് ജനശ്രദ്ധ തിരിച്ചിടാൻ വേണ്ടിയുള്ള ചില അടവുകളാണിതെന്ന് പറയുന്നു. ഷമീം പറയുന്നത് മാധ്യമപ്രവർത്തകരോട് പോലും മിണ്ടാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനോട് മിണ്ടാൻ തയ്യാറാകുന്നത് എന്നാണ്. SDPI വിഷയം വികസനം ഒന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല എന്നും പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ STPI ഡീല് ഇപ്പം കുറേ കാലമായിട്ട് ഡീലിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ STPI ഇപ്പം കുറച്ച് ആയിട്ടുള്ളൂ ഈ ചിത്രത്തിലേക്ക് വന്നിട്ട്. ഈ STPI ഡീലായിരിക്കും ഇനി കൂടുതലായിട്ടും ചൂട് പിടിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മിക്കവാറും ഇങ്ങനെ ഒരു സംവാദം ഉണ്ടാകുവാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ചോദിക്കാനും സാധ്യതയുണ്ട്. കാരണം പ്രസ് മീറ്റും കൂടെ വന്നല്ലോ, അതെ, പിന്തുണ നൽകുമെന്ന്. ആർക്കാണ് പിന്തുണ, ഏത് മുന്നണിക്കാണ് പിന്തുണ എന്നുള്ളത് പിന്നീടേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെന്തായാലും UDF-നായിരിക്കില്ല എന്നുള്ളൊരു സൂചന ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അത് നിയമത്തെ ശിവൻകുട്ടിക്ക് പിന്തുണ നൽകും, ആര് വോട്ട് നൽകിയാലും സ്വീകരിക്കും എന്നുള്ളൊരു നിലപാട് ശിവൻകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് അപ്പോഴും പറയുന്നില്ല SDPI പിന്തുണ സ്വീകരിക്കുമെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ ഒരു മുന്നണിക്ക് പിന്തുണ കൊടുക്കുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അതെ, അത് വീണ്ടും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് ഞങ്ങൾ SDPIയോട് അങ്ങനെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. അതങ്ങനെ ഉണ്ടാവാം, അതൊരു വ്യംഗ്യമായിട്ടുള്ള ഒരു അർത്ഥം അത് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. കാരണം ബിനോയ് വിശ്വവും പറഞ്ഞു ആരുടെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ ആരെങ്കിലും വോട്ട് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കും. ചന്ദ്രശേഖർ പറഞ്ഞു അതെ, ഇരട്ടത്താപ്പാണെന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ LDF, ജമാഅത്ത്, UDF ജമാഅത്തിന്റെ പിന്തുണ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ഏറ്റവും ഭയങ്കര രൂക്ഷമായിട്ടുള്ള എതിർപ്പാണ് LDF-ന്റെ ഭാഗത്തുനിന്നാണ്. ഏറ്റവും വലിയ ആരോപണം വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുന്നു എന്നുള്ളതായിരുന്നു മെയിൻ ആരോപണം UDF-നെതിരെ. അപ്പോൾ പിന്നെ SDPIയുടെ പിന്തുണ സ്വീകരിക്കൂ എന്നുള്ള അതൊരു എന്താ പറയാ, സർക്കാരിനെ സംബന്ധിച്ചിട്ട് അതൊരു ബ്ലാക്ക് മാർക്ക് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. ആ ഡീൽ എന്തായാലും ഇനി ഇങ്ങനെ ഒരു സംവാദം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും SDPI ഡീല് ചർച്ചയാവും, ഉയർത്തിക്കൊണ്ടുവരും. അല്ല, ഇതെന്ന് വെച്ചാൽ കുറച്ച് 2-3 ദിവസമായിട്ടൊക്കെ ബിനോയ് വിശ്വത്തിന്റെ അടുത്തും ഇവരടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്, പലപ്പോഴായിട്ട് പല മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് SDPIന്റെ കാര്യം. വർഗീയ വോട്ടുകൾ വേണ്ടെന്ന് ഇവരൊക്കെ പറയുന്നു, പക്ഷെ SDPIയുടെ വോട്ട് വേണമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം വരുന്നില്ല. ഇല്ല, അതായത് ഇവർക്ക് പരസ്യമായിട്ട് വേണ്ട എന്ന്. അതുപോലെ ഈ 2021 BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ, പക്ഷെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നും കൂടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധാരണയില്ല, പക്ഷെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ SDPI പരസ്യമായിട്ട് LDF-നെ പിന്തുണയ്ക്കുന്ന പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇല്ലല്ലോ. അതെ, പിന്തുണ അവർ പ്രഖ്യാപിച്ചു പോലെയാണ്. നമുക്ക് അതിനകത്ത് 1-2 കമന്റുകളും കൂടെയുണ്ട്, നോക്കാം. ബിനീഷ് പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ സംവദിക്കാനുള്ള അവസരങ്ങൾ പാഴാക്കി അവിടുന്ന് ഒളിച്ചോടി ഇലക്ഷൻ സമയത്ത് ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംവാദം ആർക്കു വേണ്ടി, ആരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അടുത്തൊരു കമൻ്റ് ഉള്ളത് സംവാദം ആവശ്യമാണ്, നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നേയും ഇത്തരം സംവാദങ്ങൾ ആവശ്യമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംവാദങ്ങൾ ഉണ്ടാവുന്നത് നല്ലതാണെന്നാണ്. മുഹമ്മദ് അഷ്റഫ് പറയുന്നുണ്ട് ജനങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനാ പറയുന്നത് ചാനൽക്കാരാ, എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ എണീറ്റ് പോവുകയാണ് ചെയ്യുന്നത്, എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. ഇനിയും കമൻ്റ് ഉണ്ട്. ലേഖ പറയുന്നത് സംവാദം നടക്കണം, എന്നാലേ വികസനം ജനങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. എപ്പോഴും കള്ളം മാത്രം പറഞ്ഞു പിടിച്ചു നിൽക്കുന്നവർക്ക് ശരിയായ രീതിയിലുള്ള അടിയായിരിക്കും. അന്ധമായിട്ട് UDF-നെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും സംവാദ വിഷയങ്ങൾ അവിടെ നടക്കുന്നതിനിടയിൽ തന്നെ വേറൊരു സംവാദത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമും കൂടെ തൃത്താലയിൽ അവിടെ VT ബൽറാമും MP രാജേഷും, VT ബൽറാമല്ല ആദ്യം സംവാദത്തിന് ക്ഷണിക്കുന്നത്, വികസനത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് 5 വർഷമായിട്ട് എന്ത് വികസനമാണ് MP രാജേഷ് ഔദ്യോഗികമായിട്ട് ഇതാ
ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. പിന്നെ വി ടി ബൽറാം മിണ്ടുന്നില്ല. പക്ഷെ വി ടി ബൽറാം ഇന്ന് മിണ്ടി. ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ ഒരു സംവാദം കഴിഞ്ഞാൽ തൃത്താലയിൽ ഞാനും UDF-ഉം തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് MP രാജേഷ്. അപ്പൊ ഇങ്ങനെ ഓരോ മണ്ഡലത്തിലും പ്രധാനപ്പെട്ട അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അന്ന് ഒരു 10 വർഷത്തെ കണക്ക് അവർക്കുണ്ട്. 5 വർഷത്തെ ഉള്ളൂ. എന്നാൽ കൂടിയും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇവരെല്ലാരും പ്രിപ്പയർഡ് ആണ്. ഇത് കേൾക്കാൻ നമ്മളും കേരളവും പ്രിപ്പയർഡ് ആണെന്ന് തോന്നുന്നല്ലേ? ഒരു സംവാദങ്ങളൊക്കെ അതുണ്ടാവുന്നത് നല്ലതായിരിക്കും. ഒന്ന് ഒരു കമന്റ് പറയാം. ഷമീം പറയുന്നത് മോദിയുടെ പോലെ തന്നെയാണ് പിണറായി വിജയനും ചെയ്യുന്നത്. മുഖ്യൻ ഒരിക്കലും വരില്ല, പെട്ടെന്ന് കാര്യങ്ങൾ പറയുക എളുപ്പമല്ല, എല്ലാറ്റിനും കുറിപ്പ് വേണമെന്ന് സുധീഷൻ പറയുന്നു. ഫേസ്ബുക്കിലൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെയും ഫേസ് ചെയ്യണ്ടല്ലോ, വേണമെങ്കിൽ എഡിറ്റിംഗ് ചെയ്ത് ഇറക്കിയാൽ മതിയല്ലോ എന്നാണ് ജോൺ മെൽവിൻ ചോദിക്കുന്നത്. ഇനിയും കമന്റ് ഉണ്ട്, ഞാൻ അതോടെ കൂട്ടി വായിച്ച് പോകാമെന്ന് വിചാരിക്കുന്നു. ജുവൈസ് പറയുന്നത് സംവാദം വേണം, പക്ഷെ അതിനുള്ള പാങ്ങ് പിണറായിക്കില്ല. സതീഷിനെയും UDF-നെയും കുറ്റം പറഞ്ഞ് സംവാദത്തിൽ നിന്ന് മുങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രഞ്ജിത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ട്. ആണോ? നിയമസഭയിൽ നിന്ന് ഒളിച്ചോടിയ നുണേഷനുമായി സംവാദത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരിക്കലും പോകരുത്. അങ്ങനെ ഇതിലൊരു പ്രശ്നം അതാണ്. നിയമസഭാ ഇഷ്യൂ അത് കുറേ കമന്റുകളുണ്ട് കേട്ടോ. അതെ. ഞാൻ ബാക്കിയൂടെ വായിക്കുകയാണേ. രഞ്ജിത്ത് പറയുന്നു, നാക്കെടുത്താൽ നുണ മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവിനെ മാറ്റി ക്രെഡിബിലിറ്റി ഉള്ള ആരെങ്കിലും വെക്കണം എന്ന് പറയുന്നുണ്ട്. രാജേഷ് കുമാർ പറയുന്നത് നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. അത് എവിടെയായിരുന്നു? ചർച്ചയിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച് അവിടെയിരുന്ന് ചർച്ചയിൽ ചേരാതെ ഓടുന്നവരാണ് ഇപ്പോൾ പുറത്ത് പട്ടിഷോ കാണിക്കാൻ വിളിക്കുന്നത്. നിയമസഭയിൽ പിന്നെ ഈ സതീശനും ടീമും എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ജെയ്സൺ പറയുന്നു, സ്ഥാനാർത്ഥികൾ തമ്മിൽ സംവാദം വേണം. മുഖ്യമന്ത്രി ആശുപത്രിയിൽ കയറും എന്ന് കരുതി, അല്ലാതെയും തലയൂരാം എന്ന് തെളിയിച്ചു എന്നൊക്കെയാണ് കമന്റ്. സ്ഥാനാർത്ഥികൾ തമ്മിലും സംവാദം വേണം, മുഖ്യമന്ത്രി ആശുപത്രിയിൽ കയറുമെന്ന് കരുതി, അല്ലാതെയും തലയൂരാം എന്ന് തെളിയിച്ചു. അതായത് ഫേസ്ബുക്കിൽ സംവാദം നടത്താമെന്ന് പറഞ്ഞല്ലോ. അതായത് നേരിട്ടുള്ള സംവാദം നടത്താമെന്ന് പറഞ്ഞല്ലോ, അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ല, എന്തായാലും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദം എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ഇപ്പൊ ഇലക്ഷനും കൂടെ ആയതുകൊണ്ട് എനിക്കൊന്ന് നടന്ന സംവാദം അബിൻ വർക്കിയുടെയും വീണ ജോർജിന്റെയും പ്രസ് ക്ലബിന്റെ, എനിക്കൊന്ന് പത്തനംതിട്ട പ്രസ് ക്ലബിന്റെ ഒക്കെ അവിടെ വെച്ച് നടന്ന പരിപാടി. അപ്പൊ അതില് സത്യം പറഞ്ഞാൽ NDA സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് വീണ ജോർജിന്റെയും അബിൻ വർക്കിയുടെ തന്നെ. അബിൻ വർക്കി അന്ന് ഗുരുതരമായ കുറേ ആരോപണങ്ങൾ പറയാലോ, ഏറ്റവും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനോടനുബന്ധിച്ച് നടന്ന ഏറ്റവും വലിയ ചർച്ചകളിലൊന്ന്. അതെ. മാത്രമല്ല, വീണ ജോർജിന് അന്ന് അടിപറ്റിയതടക്കമുള്ള കാര്യങ്ങൾ എടുത്തിടുന്നുണ്ടായിരുന്നു. ആലോചിക്കണം, വീണ ജോർജ് തൊട്ടടുത്ത് ഇരുന്നിട്ടാണ് ഈ സാധനങ്ങൾ മൊത്തം ആരോപിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വിവാദം നടന്നത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്, കത്രിക കുടുങ്ങിയത് അങ്ങനെ. അപ്പം ഇതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് അബിൻ വർക്കി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷെ തിരിച്ച് പറയുകയാണെങ്കിൽ വീണ ജോർജ് പറയുന്നത് വികസനങ്ങൾ, അവരുടെ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസനങ്ങളും കാര്യങ്ങളും. ഇപ്പം അവർ പറയുന്നത് ആറന്മുളയിലെ അടിസ്ഥാന സൗകര്യം, ജില്ലാ സ്റ്റേഡിയം, പത്തനംതിട്ട നഴ്സിംഗ് കോളേജ് എന്നിവയിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഊന്നി വെച്ച്. അതായത് അവരുടെ ഒരു സംവാദം അതിലൂന്നിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള സംവാദങ്ങൾ നല്ലതാണ്. വേറെ കുറച്ച് കമൻറ്റുകളുള്ളത്. നാസർ പറഞ്ഞിട്ടുണ്ട്, പിണറായി വരുമെന്ന് തോന്നുന്നില്ല, കള്ളത്തരം പുറത്തു വരും. സതീശൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അന്തംഗമ്മികൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നു, അതുപോലെ ആവില്ല എന്ന് പറയുന്നുണ്ട്. രഘുത്തമൻ പറയുന്നു, ഇയാൾ കേരളത്തിലെ മാധ്യമ അടിമകൾ വ്യാജമായി ഉണ്ടാക്കിയ ഒരു പ്രതിച്ഛായ മാത്രം കൈമുതലായ ഒരു വ്യക്തിയാണ്. മാധ്യമ പ്രവർത്തകരോട് പോലും ശരിയായി സംവദിക്കാൻ അറിയാത്ത ഇയാൾ എന്ത് സംവാദം നടത്താനാണ് ഇനി പ്രതിപക്ഷ നേതാവ് ഓടി ഒളിച്ചു എന്ന രീതിയിൽ ഒരു പ്രചരണം അടിമകൾ ഇപ്പോഴേ ആസൂത്രണം ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സംവാദത്തിൻ്റെ അബിൻ വർക്കിയുടെ വീണ ജോർജിൻ്റെ സംവാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇതേപോലെ നേമത്ത് വി ശിവൻകുട്ടി ഒരു സംവാദത്തിന് വിളിച്ചിരുന്നു. വികസന നേട്ടങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംവാദത്തിന് വിളിച്ചിരുന്നു. അപ്പം ശിവൻകുട്ടി പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ നമുക്ക് 29-ാം തീയതി, അതെ ഡേറ്റ് പറഞ്ഞു, 29-ാം തീയതി ഞാൻ ഫ്രീ ആണ്, അന്ന് നമുക്ക് പറ്റുവാണെങ്കിൽ സംവാദം നടത്താം എന്ന് പറഞ്ഞു. അപ്പം രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു, അത് പറ്റില്ല, 29-ാം തീയതി പ്രധാനമന്ത്രി വരുന്നുണ്ട്. അപ്പോൾ ആ ഡേറ്റ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞത് ഇത് ഈ സംവാദം നടത്താതിരിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വി ശിവൻകുട്ടി മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തീയതിയും സ്ഥലവും എല്ലാം അങ്ങ് തീരുമാനിക്കൂ, എന്നിട്ട് പറയൂ, എന്നിട്ട് നമുക്ക് സംവാദം നടത്താം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖരൻ വീണ്ടും എന്താ പറയുക പറഞ്ഞു, അത് പറ്റില്ല, മുഖ്യമന്ത്രി കൂടെ വേണം. ആദ്യം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ വി ശിവൻകുട്ടിയായിട്ട് ചർച്ച നടത്താമെന്ന്. അത് ട്രോളായി. അതെ, അത് ഭയങ്കര ട്രോളായി.
മുഖ്യമന്ത്രി വരട്ടെ, ട്രംപ് വരട്ടെ, നെതന്യാഹു വരട്ടെ. നെതന്യാഹു വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളായി. അല്ല ആ ചർച്ച പിന്നെ പിന്നെ അതോടുകൂടെ ആ സംവാദം അങ്ങ് ചർച്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയ്ക്ക് ക്ഷണിക്കുന്നുണ്ട്, ഈ ക്ഷണങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ ചർച്ച മാത്രം നടക്കുന്നില്ല. 2-3 കമന്റുകൾ കൂടെ വായിച്ചിട്ട് നമുക്കത് അവസാനിപ്പിക്കാൻ തോന്നും. അതെ, ബഹളങ്ങൾക്കപ്പുറം നല്ല സംവാദം നടന്നാൽ സർക്കാർ മേൽക്കൈ നേടുന്നതാണ് മാറുന്ന ലോകം എന്നൊരു അക്കൗണ്ടിൽ നിന്നുള്ളൊരു കമന്റ്. ആരോഗ്യകരമായ ജനകീയ സംവാദം ആവശ്യമാണ്. ജനാധിപത്യത്തെ പണക്കൊഴുപ്പ് കൊണ്ട് മറികടക്കൂ എന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. കോടികൾ മുടക്കി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് നാടിനെയും നാട്ടുകാരെയും സേവിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് ഷാജി പറയുന്നു. സംവാദം ആവശ്യമില്ലെന്നാണ് മുജീബ് പറയുന്നത്. കാരണം നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഭരണപക്ഷം വെല്ലുവിളിച്ചിട്ടും നട്ടലില്ലാതെ ഓടി ഒളിച്ചവരുമായി എന്തിന് സംവാദം എന്നാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. റെജിയും അതേ അഭിപ്രായമാണ്. എന്തിനാണ് സംവാദം? എന്താണ് പ്രതിപക്ഷം പറയുക? നിയമസഭയിൽ ചോദിക്കേണ്ട കാര്യം തെരുവിൽ ചോദിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ്. ഒരാൾ കൂടെ ഉണ്ട്, ഒരു കമൻറ്റ് കൂടെ വായിക്കാം. മുഖ്യമന്ത്രിക്ക് പകരം മറ്റൊരാൾ സംവാദത്തിൽ നിൽക്കണം. കാരണം മുഖ്യമന്ത്രിക്ക് പ്രായമായി, പെട്ടെന്ന് പലതും ഓർത്തെടുത്ത് പറയാൻ കഴിയില്ല, സംസാരത്തിലും വേഗത ഉണ്ടാകില്ല. അതുകൊണ്ട് CPM-ൽ നിന്ന് ആരെങ്കിലും മുഖ്യമന്ത്രിക്ക് പകരമായി സംവാദത്തിൽ പങ്കെടുക്കണമെന്ന് കുഞ്ഞമ്മദ് കാലോടി പറഞ്ഞു. കുഞ്ഞമ്മദ് കാലോടി കുഞ്ഞമ്മദ് കാലോടി പ്രസ് മീറ്റുകളൊന്നും മുഖ്യമന്ത്രി പ്രസ് മീറ്റുകൾക്ക് വന്നിരുന്ന അരമണിക്കൂറോളം സംസാരിക്കുന്ന ആളാണ്. ദേഷ്യപ്പെടാനും. ഞാൻ വേറൊരു അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം സംവാദങ്ങൾ വേണോ? പിന്നെ വേണ്ടേ? പ്രതിപക്ഷ നേതാവ് മാത്രം അല്ല ഉള്ളതാണോ? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാ മണ്ഡലം, പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും അതെ അത്തരത്തിലുള്ള സംവാദം നടത്തുന്നത് നല്ലതല്ലേ? അല്ലേ? പിന്നെ അത് മാത്രമല്ല, ഇനി സർക്കാർ ഉണ്ടായി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ അല്ല, ഇത് അടിസ്ഥാനപരമായി നിയമസഭ ഇപ്പൊ നമുക്ക് വന്ന കമന്റുകൾ പോലെ തന്നെ ഇതിനുള്ളതാണ്. പക്ഷെ അത് ആ തരത്തിൽ പ്രതിപക്ഷം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. കാരണം അവർ പല സമയത്തും ഇറങ്ങി പോവുമായിരുന്നു. പ്രതിഷേധിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. പക്ഷെ അതൊരു വലിയ അവസരമാണ് നിയമസഭയിലെ ചർച്ചകൾ എന്ന് പറയുന്നത്. പറഞ്ഞിട്ട് ഇറങ്ങി പോവില്ല, അവര് പ്രതിഷേധമായിട്ടാണ് ഇറങ്ങി പോകുന്നത്. ശരിയാണ്, അത് ശരിയാണ്, അത് മറക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് അത് ഈ നിയമസഭ എന്ന് പറയുന്നത് വലിയ അവസരമായിരുന്നു. പോട്ടെ, അത് കഴിഞ്ഞു. പക്ഷെ ഈ തരത്തിലുള്ള സംവാദങ്ങൾ എല്ലാ തരത്തിലും നടക്കേണ്ടതും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു സംവാദം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്, കേരളം ആഗ്രഹിക്കുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ടെന്ന്. ഡീലാരോപണവും ശബരിമല സ്വർണ്ണക്കൊള്ളയും യൂത്ത് കോൺഗ്രസ് വയനാട് മുണ്ടക്കൈ ഫണ്ട് ആരോപണങ്ങളും ഒക്കെയായി തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുകയാണ്. സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർത്തി രംഗത്ത് വരുന്ന പ്രതിപക്ഷത്തെ വികസന നേട്ടങ്ങൾ പറഞ്ഞാണ് സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ താനുമായി സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിന് ഫേസ്ബുക്കിൽ സംവാദത്തിന് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. പരസ്പര ആരോപണങ്ങൾക്കും മറുപടിയും മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന വികസനവും നേട്ടങ്ങളും എല്ലാം ചർച്ചയാവുന്ന സംവാദം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ പ്രതികരണങ്ങളിൽ ഭൂരിഭാഗവും വ്യക്തമാക്കുന്നത്. ആരോഗ്യകരമായ ഒരു സംവാദം തന്നെ അത്തരത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ വോട്ട് കമന്റ് ഇവിടെ അവസാനിക്കുന്നു.